ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഗൈസ് എല്ലാവർക്കും എന്തല്ല സുഖല്ലേ? അപ്പൊ ഗൈസ് കുറച്ച് ദിവസമായിട്ട് എന്റെ ഇൻസ്റ്റഗ്രാം ഫീഡിൽ ഇങ്ങോട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാധനം ഉണ്ടായിനി. വേറെ ഒന്നല്ല, നമ്മളെ മൈസൂർ പാക്ക് ചായ. അന്ന് ഞാൻ ആ സാധനം പോയിട്ട് വാങ്ങിക്കൊടുത്തിട്ട് അതിന്റെ ഒപ്പം ഇതൊക്കെ തിന്ന് ലാസ്റ്റ് ഞാൻ ഒറ്റ സാധനം മാത്രം വെച്ച് ഈ സംഭവം ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. സോ ഗൈസ് ഞാൻ വിചാരിച്ച് ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ നമുക്കിന്ന് മൈസൂർ പാക്ക് ചായ ഉണ്ടാക്കി നോക്കാന്ന്. ഞാൻ ഓൾറെഡി പാല് തിളപ്പിച്ച് വെച്ചിരിക്കണം. ദെൻ ഇനി അത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ മതി. സോ ഗൈസ് ഞാൻ ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വരാം. കാരണം ഇവിടെ ലൈറ്റ് ഉള്ളൂ. ഇപ്പോൾ സൂര്യന്റെ പ്രകാശം കറക്റ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ചെയ്യാം. എൻ്റെ റിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് എനിക്ക് ഉള്ളിന്ന് ചെയ്ത് കഴിഞ്ഞാൽ തീരെ വീഡിയോ ക്ലിയർ ഉണ്ടാവില്ല. സോ ഞാൻ പുറത്തുനിന്ന് ചെയ്യാൻ വിചാരിച്ച്. സോ ഞാൻ സാധനങ്ങളൊക്കെ എണ്ണി പറിക്കാണ്ട് ഇങ്ങോട്ട് വരാം. പിന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയാണെന്നൊക്കെ പറയുന്നത്. ഞാൻ ആ വീഡിയോ കൊടുക്കാം. ഞാൻ കണ്ട വീഡിയോ ഇതിന്റെ താഴെയായിട്ട് കൊടുക്കട്ടോ. നല്ല അടിപൊളിയാണെന്നൊക്കെ പറയുന്നത്, നല്ല ടേസ്റ്റ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. സോ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ഇവിടെ നിൽക്കും. ഓക്കെ. അപ്പൊ ഗൈസ് നമ്മൾക്ക് ആദ്യം വേണ്ടത് ഒരു ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ്ക്കാണ് നമ്മൾ മൈസൂർ പാക്ക് ചായ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് 2 കഷ്ണമായി ഗൈസ്. ഞാൻ എടുക്കണതിന്റെ ധൃതി കൂടി പോയതുകൊണ്ട് 2 കഷ്ണമായി. ഇതാണ് മൈസൂർ പാക്ക്. ഞാൻ പറഞ്ഞില്ല കുറെ വാങ്ങിനി, കുറെ അല്ല കുറച്ചുണ്ടായിനി. അപ്പൊ അതൊക്കെ ഞാൻ ഉണ്ടാക്കി തിന്ന് കഴിച്ചു. ലാസ്റ്റ് ഈ രണ്ടോ ഒന്നാണ്. അപ്പൊ ഈ ഒരു സാധനം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കുത്തിയെടുക്കാം. എന്നിട്ട് പാൽ ഒഴിക്കട്ടെ. പാൽ ഓൾറെഡി നമ്മൾ തിളപ്പിച്ചിട്ടാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് എന്നാണ്. അതായത് നമ്മൾ ചായക്ക് തിളപ്പിക്കൂലേ, ചായപ്പൊടിന്റെ പകരം ഈ സാധനം ഇടുക. ഇത് നല്ല മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും എന്നൊക്കെയാണ് വിദഗ്ധർ റീലിൽ പറയുന്നത്. പക്ഷെ എനിക്കതല്ല പേടി, ഇത് മധുരം ഏറുമെന്നുള്ളതാ. ഇത് നല്ല അത്യാവശ്യം നല്ല സ്വീറ്റ് ആയിട്ടുള്ള സാധനമാണ്. പാൽ ഓൾറെഡി നല്ല തിളപ്പിച്ചതാണ്, നല്ല ചൂടുണ്ട്. നമുക്ക് ഇത്ര ഒഴിച്ച് നോക്കാം. മധുരം ഏറാതെ ഇരുന്നാൽ മതി. കുറഞ്ഞാലും കുഴപ്പമില്ല, സഹിക്കാം. പക്ഷെ ഏറി കഴിഞ്ഞാൽ കുടിക്കാൻ കഴിയില്ല ഗൈസ്. മിക്സ് ഇറ്റ് വെൽ. എന്തൊക്കെയോ പോലെ ആയിട്ടുണ്ട്. മറ്റേ നെയ്യൊക്കെ അങ്ങോട്ട് മേലൊക്കെ വന്നു. ഇത്രയും മിക്സ് മതിയെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം കളറൊക്കെ മാറിയണ്ട, യെല്ലോ കളറായി. യെല്ലോ അല്ല, യെല്ലോ. ഇതിന് നമുക്ക് കുടിച്ച് നോക്കാം. നമ്മളില്ലേ കുറച്ച് നെയ്യും ഏലക്കായൊക്കെ ഇട്ടിട്ട് പാൽ കുടിക്കുമല്ലോ, ആ ഒരു ഫീല് കുഴപ്പമില്ല. ഓക്കെയാണ്. എനിക്ക് വലിയ ഇഷ്ടമായതൊന്നുമില്ല. അതായത് നമ്മള് എന്താ പറയാ, വലിയ എക്സ്പെക്ടേഷൻ കൊടുത്ത് പായസത്തിന്റെ പോലെയാണ് അങ്ങനെ പറയുന്ന ഒരു സാധനമൊന്നുമില്ല. ഒരു നോർമൽ ഒരു ഇത് കണ്ടോ, ഇതിന്റെ മേലെ നെയ്യൊക്കെ കെട്ടിന്. നെയ്യ് ഇട്ടിട്ട് പാല് കുടിക്കുമല്ലോ ഏലക്കായൊക്കെ ഇട്ടിട്ട്, ആ ഒരു ഫ്ലേവറാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്തുന്നതിനോട് വേറെ വീഡിയോ. പിന്നെ ഒരു ടാറ്റ ബൈ ബൈ. ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ഓക്കെ ബൈ ബൈ. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും എൻ്റെ സിസ്റ്റേഴ്സിന് അതൊരു പായസം പോലെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഗായ്സ്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പായസത്തിന്റെ മിനിയേച്ചർ ആയിട്ട് അത് ട്രൈ ചെയ്ത് നോക്കാം. സോ ഗൈസ് വേറെ വീഡിയോ പിന്നെ ബൈ ബൈ.